ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ 100 അലേർട്ടിൽ നിന്നും ഇന്ത്യ ഇപ്പോൾ സെമി കടക്കുമോ എന്നുള്ള സിറ്റുവേഷനിലേക്ക് മാറിയിട്ടുണ്ട്. സത്യമായ ദയനീയമാണ് അവസ്ഥ. കാര്യം ആദ്യത്തെ മത്സരം സൗത്ത് ആഫ്രിക്കയോട് തോറ്റ അഹങ്കാരത്തിന് കിട്ടിയ മറുപടിയാണെന്ന് കരുതിയെങ്കിലും ഇന്നലെ വെസ്റ്റ് ഇൻഡീസ് വൻ മാർജിൻ ജയിച്ചതോടുകൂടി പേടിയായിട്ടുണ്ട്. കടക്കോ ഇല്ല, സെമിയെങ്കിലും കാണാതെ പുറത്താകുന്നത് നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. എല്ലാവരും നെറ്റ് റൺ റേറ്റിൻ്റെ കാര്യം പറയുന്നു, +5 കഴിഞ്ഞ് എന്ത് ചെയ്യും? സത്യത്തിൽ ഇന്ത്യക്ക് ഇനി റൺ റേറ്റ് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്ത്യക്ക് ഇനി വെസ്റ്റ് ഇൻഡീസാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ജയിക്കുന്നതെങ്കിൽ വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള നെറ്റ് റൺ റേറ്റ് താരതമ്യേന കമ്പയർ ചെയ്യാനുള്ള സിറ്റുവേഷൻ പിന്നെ ഇന്ത്യക്കില്ല. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെയും സിംബാബ്വേയും കൂടെ മൊത്തത്തിൽ 200 മുതൽ 300 റണ്ണിനുള്ളിൽ ഉള്ള ഇതിൽ വിജയിക്കണം. അതല്ലെങ്കിൽ ചേസ് 10 ഓവർ നിർത്തണം. അതൊന്നും സിംബാബ്വേക്കെതിരെ നടക്കുമെന്ന് പോലും പറയില്ല. കാരണം അവരൊരു മാസം അവരോട് തോറ്റിട്ടാണ് വരുന്നത്. വെസ്റ്റ് ഇൻഡീസിനെതിരെ ഒട്ടും നടക്കാൻ ചാൻസ് ഇല്ല. എസ്പെഷ്യലി 2 ഔട്ട് ഓഫ് ഫോം പ്ലേയേഴ്സിനെ പിന്നെയും കുത്തിക്കയറ്റി കളിപ്പിക്കുന്ന സ്ഥിതി. അതുകൊണ്ട് സിറ്റുവേഷൻസ് വളരെ പരിതാപകരമാണ്. 26-ാം തീയതി ദൈവകൃപയാൽ 26-ാം തീയതി ഇന്ത്യയുടെ മത്സരം സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് മത്സരത്തിന് ശേഷമായതുകൊണ്ട് ഇന്ത്യക്ക് റിക്വസ്റ്റ് കയറിപ്പിച്ചിട്ടുണ്ട്. വെസ്റ്റ് ഇൻഡീസാണ് ജയിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇന്ത്യ 300 കുറേ റൺസ് നോക്കണ്ട, അല്ലെങ്കിൽ 10 ഓവർ ചേസ് ചെയ്ത് നിർത്തണം. വെസ്റ്റ് ഇൻഡീസ് ആണ് തോക്കുന്നതെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഇച്ചിരി എളുപ്പമാണ്. കാരണം ഇന്ത്യക്ക് സിംബാബ്വെ തോൽപ്പിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് 26-ാം തീയതി അറിയാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെമിയിൽ കയറുവാനില്ല എന്നുള്ളത്. സിറ്റുവേഷൻ എത്തിച്ചു വെച്ച സിറ്റുവേഷൻ എന്നൊക്കെയാണ് സ്റ്റാർ സ്പോർട്സ് കാണിച്ചു കൂട്ടുന്നത്. ചോക്കേഴ്സ് എന്നുള്ള ആട് പ്ലേ ചെയ്യുന്നു. സംബന്ധിച്ചിട്ട് നിങ്ങളുടെ ചാകരയാണ്. നിങ്ങൾ പൈസ ഉണ്ടായിരിക്കും. മറ്റുള്ളവരും കളിക്കാൻ വന്നിരിക്കുന്നവരാണ്. അവരെ റെസ്പെക്റ്റ് ചെയ്യണം. നമ്മൾ ഇൻവിൻസിബിളാണ്, നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവരും കളിക്കുന്നവരാണ്. നമ്പർ 1 ടീമാണ് ഇന്ത്യ കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക. അവർക്കെതിരെ കളിക്കാൻ പോകുമ്പോൾ ബെസ്റ്റ് 11 കൊണ്ടുപോകണ്ടേ? നെതർലൻഡ്സിനെതിരായ ആ മത്സരവും വാമപ്പ് മാച്ചായിട്ട് കണ്ട് അവിടെ പരീക്ഷണങ്ങൾ നടത്തണ്ടായിരുന്നു. കാരണം എന്നാണെങ്കിലും ജയിച്ചാലും തോറ്റാലും നിങ്ങൾ നേരെ ഈ പൂളിലോട്ടാണ് വരുന്നത്. റൺ റേറ്റും കൊണ്ടുവരുന്നില്ലായിരുന്നു. സോ കണ്ടറിയാം. ഹോപ്പ്ഫുള്ളി വെസ്റ്റ് ഇൻഡീസ് വിൽ ബി ബീറ്റൺ ബൈ സൗത്ത് ആഫ്രിക്ക. ലെറ്റ്സ് സീ.